മാവ് കുഴയ്ക്കുകയോ പരത്തിയോ ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ നേർത്തിട്ടുള്ള വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലിലോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 2 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുത്തോളൂ, നല്ല രുചിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വരും. ഇതാദ്യം അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടിരിക്കുന്നത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് കൂട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവ ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു കൂട്ട് പാകത്തിന് റെഡിയായി കിട്ടും. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെയൊക്കെ കളറ് ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും നന്നായിട്ട് മാറി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരുപാട് ചെറുതായിട്ടല്ല ഞാനിവിടെ നുറുക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഒന്ന് നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ കടിക്കാൻ പാകത്തിന് കിട്ടുമ്പോഴാണ് രുചി. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്തിട്ടുണ്ട്. മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാനിവിടെ ചേർത്തത്. രുചി ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്യാം. ആ ഒരു ഉള്ളിയുടെ മസാലയായിട്ട് നന്നായിട്ട് ചിക്കൻ യോജിച്ച് വരണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ചിക്കൻ ക്യൂബിലും ഉപ്പുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഞാനിവിടെ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനവിടെ റവയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കണ്ടില്ലേ, കൂട്ട് ഒരല്പം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട.
ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പഴയ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാനും ആ ഒരു താഴെ വെച്ചിരിക്കുന്ന തവയും ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയൊന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി മാവാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പകുതി തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു അടിയിൽ ഒഴിച്ചിരിക്കുന്ന ലെയർ നല്ല പാകത്തിനായി കിട്ടണം. ഇത് കണ്ടില്ലേ, അടിയിലത്തെ ലെയർ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി, നടുഭാഗം വേവണമെന്നില്ല. സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മുഴുവനായിട്ടും തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് ഫില്ലിങ് മാത്രം അവിടെ ബാക്കി വെച്ചാൽ മതി, അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള മുഴുവനും ഞാനിവിടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുഭാഗത്തേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൈഡ് ഭാഗം വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള കൂട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ബാക്കിയുള്ള കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ എന്തായാലും വെച്ച് കൊടുത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ക്യാപ്സിക്കം ഇതുപോലെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി കൂടെ ഈ ഒരു പലഹാരത്തിലേക്ക് ഇറങ്ങി വരും. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ അവിടെ കുറച്ച് മസാല ബാക്കി വെച്ചിരുന്നു. ആ ഒരു മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ മുകളിലേക്കായിട്ട് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം നല്ല ലോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തവ അടിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് നേരമാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ വലുപ്പത്തിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഞാനിവിടെ 20 മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നാൽ മതി. നടുഭാഗം ഒരല്പം വേവാനുണ്ടാകും. ആ ഒരു സമയത്താണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. മറിച്ചിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വേറൊരു പാനിലേക്കാണ്. ആ ഒരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പീക്കോ സ്ക്വയറോ ഒന്ന് കുത്തി നോക്കുക. ഇതുപോലെ നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളോളം കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു മുകൾ ഭാഗം മാത്രമാണ് കുറച്ചും കൂടെ വേവാനുള്ളത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു പലഹാരം പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാനി പോളയാണ്. പക്ഷേ ഇറാനി പോള നോർമലി ഉണ്ടാക്കാറ് മൈദ ഉപയോഗിച്ചാണ്. ഞാനിവിടെ റവ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം കിട്ടുക. ഉള്ളിലത്തെ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാകുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഫില്ലിങ് നിങ്ങൾക്ക് ചിക്കൻ വെച്ചോ മുട്ട വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ടോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.